അടിത്തറ തിരമാലകൾ കൊണ്ട് ഇളകും. അങ്ങയുടെ മുൻപിൽ പാറകൾ മെഴുകുപോലെ ഉരുകും. എന്നാൽ തൻ്റെ ഭക്തരോട് അവിടുന്ന് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. യൂഥിത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 15-ാം തിരുവചനം. എൻ്റെ പേര് സിസിലി സണ്ണി, ഭർത്താവ് സണ്ണി, മകൻ ജിസ്മോൻ. ഞങ്ങൾ കോതമംഗലം രൂപതയിലെ ബെസ്ലഹം ഇടവകയിൽ നിന്ന് വരുന്നു. വീട് തൊടുപുഴ അടുത്ത് വാഴക്കുളമാണ്. ഇത് എൻ്റെ 7ാമത്തെ സാക്ഷ്യമാണ്. ജീവിത പ്രതിസന്ധികളുടെ ഇടയിൽ ഞങ്ങൾ ഒരുപാട് ദുഃഖിതരും വേദന അനുഭവിക്കുന്നവരുമായിരുന്നു. എന്നാൽ ഈ കൃപാസനം പുണ്യഭൂമിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ 3 പേർക്കും വന്ന് നിൽക്കുവാൻ സാധിച്ചതിന്, സാക്ഷ്യം പറയുവാൻ സാധിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. എൻ്റെ ഭർത്താവ് കടുത്ത ഒരു മദ്യപാനിയായിരുന്നു. ആ ഒരു പ്രത്യേക നിയോഗമായിരുന്നു എൻ്റെ പല ഉടമ്പടി നിയോഗങ്ങളിലും ഞാൻ എഴുതിയിരുന്നത്. എന്നാൽ ഞാൻ അടിക്കടി ഉടമ്പടിയിൽ എന്നെ അമ്മ വളർത്തിയപ്പോൾ എൻ്റെ നിയോഗങ്ങളെല്ലാം നിത്യതയെ ലക്ഷ്യമാക്കി മാത്രമായിരുന്നു. ഞാനും ഈ മകനും ഭർത്താവും കൂടെ ഇവിടെ വരാറുണ്ട്, അമ്മയെ സന്ദർശിക്കാറുണ്ട്. ഞങ്ങളുടെ പ്രയാസങ്ങളും കുറവുകളും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ 6 മാസമായി എൻ്റെ ഭർത്താവ്, ഇന്നലെ 6 മാസം പൂർത്തിയായി, എൻ്റെ ഭർത്താവ് കടുത്ത ന്യൂമോണിയയും അപസ്മാര രോഗം മൂലം രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഡോക്ടർമാരെല്ലാം, അതായത് രാജഗിരി MICUയിലായിരുന്നു. ഓരോ 20 മിനിറ്റും ഇടപെട്ട് ഡോക്ടർമാർ എന്നെ വിളിച്ച് പറയുമായിരുന്നു, ഇവിടെ കടത്തി വെറുതെ പൈസ നിങ്ങൾക്ക് ചെലവഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ആൾ രക്ഷപ്പെടുമെന്നില്ല. എങ്കിലും ഞങ്ങൾ വിശ്വസിച്ചു. നമുക്കറിയാം രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു കസേര പോലും കിട്ടുവാനായിട്ട് നമുക്ക് പ്രയാസമാണ്. ഓരോ 20 മിനിറ്റിന് ശേഷം ബൈസ്റ്റാൻഡേഴ്സിനെ MICUയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ആ പോകുന്ന സമയത്തെല്ലാം ഞാനും ഈ ഒരു മകനും മാത്രമേ ഉള്ളൂ. 3 രാത്രിയും പകലും ഞങ്ങൾ ഡ്രസ്സ് മാറാതെ അവിടെ ഇരുന്നു. പക്ഷേ ഞങ്ങൾ ഈ കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു, ഉടമ്പടി എടുത്ത എല്ലാ മക്കളോടും വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു. ഓരോ 20 മിനിറ്റും പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പപ്പയുടെ മുറിയിൽ കയറ്റി MICU കയറ്റിയപ്പോൾ കണ്ണുപോലും തുറക്കാതെ മൂക്കിൽ ട്യൂബിട്ട് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളുമായിട്ട് കിടന്നിരുന്ന ഭർത്താവിനെ ഓരോ 20 മിനിറ്റ് കയറുമ്പോഴും ഞങ്ങൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് ഭർത്താവിൻ്റെ വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ അവിടെ ഇടുവാനും അതുപോലെ നെറ്റിയിൽ തൈലം പൂശുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഓരോ പ്രഭാതത്തിലും ഞങ്ങൾക്ക് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഭർത്താവിന് വേണ്ടി കാഴ്ചവെക്കുവാൻ, അമ്മയിൽ ആശ്രയിക്കുവാൻ സാധിച്ചു. ഒരു വിശുദ്ധ കുർബാന പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താതെ ഇരിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് കൃപ തന്നു. അങ്ങനെ ഇന്നലെ 6 മാസം പൂർത്തിയായി. എൻ്റെ ഭർത്താവിന് പൂർണ്ണ ആരോഗ്യം കൊടുത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും കോമ സ്റ്റേജിലായിരുന്നു, തിരിച്ചു വരില്ല, കണ്ണ് തുറക്കില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതി തള്ളിയപ്പോൾ 2 ലക്ഷം രൂപയിൽ മുകളിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് അതെല്ലാം അമ്മ അവിടെ നിന്ന് രൂപയടച്ച് ഞങ്ങളെ പുറത്താക്കി. ഡോക്ടർമാർ പറഞ്ഞു ഇനി രക്ഷയില്ല, ഞങ്ങൾ കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. അവിടെയും തുക വന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് ഭർത്താവിനെയും കൊണ്ട് വീട്ടിൽ വന്നു. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഇത് മാത്രമാണ് കൊടുത്തുകൊണ്ട് പപ്പയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ കൊടുത്തു വീട്ടിൽ. അങ്ങനെ പപ്പ പൂർണ്ണ ആരോഗ്യവാനായി ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. അടുത്തത് എൻ്റെ മകൻ്റെ സാക്ഷ്യമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് ഈ മകൻ ഇവിടെ ഉന്നതങ്ങളിൽ ആയിരിക്കുമ്പോൾ ഉന്നത വിജയം പല കാര്യങ്ങൾക്കും ഈ മകന് 8ാം ക്ലാസ്സിലേക്ക് മകൻ പ്രവേശിച്ചിരിക്കുന്നു. സ്കൂളിലും എല്ലായിടത്തും, പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൻ്റെ സ്കോളർഷിപ്പായിരുന്നു ഈ കഴിഞ്ഞ മാസം. ആദ്യമേ രൂപതയിൽ, ഞങ്ങൾ കോതമംഗലം രൂപതയിൽ
7ാം ക്ലാസ്സിൽ 2000 കുട്ടികളുണ്ടായിരുന്നു പരീക്ഷ എഴുതുവാൻ. ആ 2000 കുട്ടികളിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞിന് രൂപതയിൽ നിന്നും ഉന്നത വിജയം കൊടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം സീറോ മലബാർ സഭയിൽപ്പെട്ട 23 രൂപതകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭകളെ എല്ലാവരും കൂടി നടന്ന മത്സരം, അത് എറണാകുളം കാക്കനാട്ട് വെച്ചായിരുന്നു. ആ മത്സരത്തിൽ എൻ്റെ മകന് അമ്മ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉന്നത വിജയം കൊടുത്ത് പ്രതിഭാപട്ടം കൊടുത്ത് എൻ്റെ മകനെ അനുഗ്രഹിച്ചു. അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. 3 ദിവസത്തെ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ എനിക്ക് കുഞ്ഞ് പഠിക്കുവാനായിട്ട് എന്താണ് പരീക്ഷയ്ക്ക് വരുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ പോയപ്പോൾ കുഞ്ഞിനെ കൊണ്ട് നാക്കിയപ്പോൾ അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പ് അവിടെ ഇട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ തന്നെ അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് വിജയം കൊടുത്തു. പിന്നെ ഈ 2025 നടന്ന ജപമാല റാലിയിൽ 12 വർഷത്തോളമായിട്ട് എനിക്ക് ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് ശക്തമായ വേദനയായിരുന്നു. എവിടെ ഒരു 5 മിനിറ്റ് നിന്നാൽ പോലും കാല് മരച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ 2025 ഒക്ടോബറിൽ നടന്ന ഈ കഴിഞ്ഞ റാലിയിൽ എനിക്കും ഈ കുഞ്ഞിനും ആ റാലി മുഴുവനും ആദ്യമായിട്ടാണ് ഞങ്ങൾ റാലിയിൽ വന്നത്. ആ റാലിയിൽ പൂർത്തിയായി എല്ലാം വിശുദ്ധ കുർബാനയെല്ലാം പങ്കെടുത്ത് ഞങ്ങൾക്ക് അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് സാധിച്ചതിന് നന്ദി പറയുന്നു. പിന്നെ ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദിവസം എനിക്ക് കുടുംബസമേതം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ച് ഞങ്ങൾക്ക് അമ്മയെ തൊട്ട് വണങ്ങി പോകുവാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. അടുത്തതായി ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 29-ാം വാചകത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലത്തെ വിശാലമായ ഹൃദയവും നൽകി സോളമനെ അനുഗ്രഹിച്ചു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും ഞാൻ അച്ഛൻ വിശുദ്ധനായ അമ്മ പ്രത്യക്ഷപ്പെട്ട നമ്മുടെ കൃപാസന ഡയറക്ടർ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും, പ്രത്യേകിച്ച് പഴയ ധ്യാനങ്ങൾ നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകളും ജ്ഞാനവും തരുന്ന ഒരുപാട് ധ്യാനങ്ങൾ ഞാൻ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കും. ഞാനും ഞങ്ങൾക്ക് സാമ്പത്തികമായ ഒത്തിരി കുറവുകളുണ്ട്. എങ്കിലും ഞങ്ങളുടെ ആ കുറവിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് എല്ലാ മാസവും ഇവിടെ വന്ന് ഞങ്ങൾക്ക് പത്രം വാങ്ങി ഞങ്ങൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ, തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ, മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ എന്നിവിടങ്ങളിലെല്ലാം ഞാനും ഈ മകനും കൂടെ കൊണ്ടുപോയി പത്രം വിതരണം ചെയ്ത്, അതും ഓടിച്ച് ഒറ്റ ദിവസം കൊണ്ടല്ല, ഞങ്ങൾ പല ദിവസമായിട്ട് ഒരു ദിവസം 7 പേപ്പർ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. ആ 7 പേപ്പർ കൊടുത്ത ശേഷം ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ, നാളത്തെ തലമുറ, മാതാപിതാക്കൾ വിശ്വാസത്തിൽ വളർത്തേണ്ടവർ. ആ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ പറയും, എൻ്റെ മകന് കിട്ടിയ അനുഭവങ്ങൾ ഒരു പേപ്പർ കൊടുത്തിട്ട് പറയും, മോൻ പഠിക്കാൻ എത്രയിലാണ് പഠിക്കുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് പറയും. മോൻ ഓരോ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ഈ സാക്ഷ്യം കൃപാസന പത്രത്തിലെ 5 സാക്ഷ്യങ്ങളെടുത്ത് വായിച്ച് ശേഷം പഠിക്കാനിരിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിക്കുക. ക്ലാസ്സിൽ ഉന്നത വിജയം നേടും. രോഗമാണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങളെയും, അമ്മമാരും കൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് പ്രത്യേകിച്ച് കണ്ടുപിടിക്കും. ബസ് സ്റ്റോപ്പിലും ഇത് ഇങ്ങനെ ചെയ്യും. പിന്നെ അടുത്തതായിട്ട് കാരുണ്യപ്രവൃത്തി, ഞങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൻ്റെ ഒരു വീതം ഞങ്ങളുടെ ഇടവകയിൽ ക്യാൻസർ രോഗികൾ ധാരാളമുണ്ട്. ഒരു ഭവനം പ്രത്യേകിച്ച് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പ്രായം ചെന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും. ആ അമ്മച്ചിയെ അവരെ ഞങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ ചെന്ന് കാണും. അവർക്ക് സന്തോഷം പങ്കിടും. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാം ഞങ്ങൾ പങ്കുവയ്ക്കും. ഇങ്ങനെ അമ്മ മാതാവും ഈശോയും തന്ന് ഞങ്ങളുടെ ജീവൻ ഇന്ന് ഈ ആൾത്താരിൽ എൻ്റെ ഭർത്താവിനെ ജീവനോടുകൂടെ ഇവിടെ നിർത്താനായിട്ട് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കും.